ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളത് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ്. അപ്പം ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര എക്സ്പെൻസാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ആദ്യമായിട്ട് വരാനാണെങ്കിലൊക്കെ നിങ്ങൾ മാക്സിമം ചിലവ് ചുരുക്കിയിട്ട് നിങ്ങൾ മാക്സിമം നോക്കുക ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് അപ്പോൾ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഐറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ കട്ട്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് 149. ഇപ്പം ഇത് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലിവിടെ നമുക്ക് സ്കീത്തൊക്കെ ഡിസ്കൗണ്ടാണ് ഇവിടെ. അതുപോലെ തന്നെ വെള്ള നിറത്തിൽ കാണാൻ പറ്റുന്നത് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാരണം ഞാൻ വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിക്കൻ്റെ പീസൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ പീസായിട്ട് സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അതിനൊക്കെ 269 വരുന്നത്. ദോസ ദേവിത്തൊക്കെ, അതായത് ഇതിൻ്റെ റേറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ചിക്കൻ പീസിന് ഇന്നിപ്പം ഇവിടെ 600 സംതിങ് ആണ് നോർമൽ പ്രൈസ്. പിന്നെ ഇന്നിപ്പം ഡിസ്കൗണ്ട് കാണിക്കുന്നുണ്ട് 252 രൂപയ്ക്കാണുള്ളത്. അപ്പോൾ നമുക്ക് മറ്റു സാധനങ്ങളിലേക്കൊക്കെ പോകാം. ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് അനദർ ഐറ്റംസ് ഇൻ റഷ്യൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ റഷ്യൻ്റെ പലതരത്തിലുള്ള ടൊമാറ്റോ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് 99 സംതിങ് ഒക്കെ വരും. നമ്മുടെ നാട്ടിൽ 20 രൂപ 25 രൂപക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന സാധനമാണ്. ഇവിടെ 99, 79. കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് ഡിസ്കൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു സാധനങ്ങളിലേക്ക് പോകാം. അതായത് ഇവിടെ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നൂഡിൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഇന്നിപ്പോൾ നല്ല ഡിസ്കൗണ്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പല തരത്തിലുള്ള നൂഡിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് വരാണെന്നാണെങ്കിൽ ഒരു ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ പ്രയാസമുള്ള ആണെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വെള്ളത്തിലിട്ടാൽ മതി. അത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റൊക്കെ നല്ല എക്സ്പെൻസാണ്. അതിപ്പം നിങ്ങളെന്തായാലും മാക്സിമം എക്സ്പെൻസ് നിങ്ങളത് കൂടുതൽ ചിലവാക്കാൻ നോക്കുക. നിങ്ങൾ കൂടുതൽ എക്സ്പെൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഞാൻ ഇപ്പോൾ ഉള്ളത് മോസ്കോയിലാണ്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഇവിടെ ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്പിളിൻ്റെ ഫ്രൂട്ട്സിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചില്ല. ആപ്പിളിനൊക്കെ ഇവിടെ കുറച്ച് റേറ്റ് കൂടും. കാരണം ഇവിടെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ് ആപ്പിൾ. 77 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമ്മുടെ സവർജലി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നാരങ്ങക്ക് റേറ്റ് ഉണ്ട്. നാരങ്ങൻ്റെ റേറ്റ് ഉണ്ട് 119 രൂപയാണ്. അതായത് ഇതിൽ വരുന്നത് 3 പീസാണ് വരുന്നത്, 119 രൂപ. അതുപോലെ തന്നെ ഇവിടെ പലതരത്തിലുള്ള ആപ്പിൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഗ്രീൻ ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ച്, ബനാന, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. ബനാന ആണെങ്കിൽ നിങ്ങൾക്ക് വയറ് നിറക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സംഭവമാണ് ബനാന. പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങിച്ച് ഒരു ഡെയിലി നമുക്ക് എല്ലാ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയത്. കാരണം ബനാന ഇവിടെ ചീപ്പാണ് റേറ്റ്. പിന്നെ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അവിടെ അതുപോലെ തന്നെ ക്ലബ് ഐറ്റംസ് ഉണ്ട്. അതായത് ബട്ടർ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബ്രെഡും കാര്യങ്ങളൊക്കെ ഇവിടെ 29 സംതിങ് ഒക്കെ ഉള്ളൂ. വലിയ റേറ്റ് അല്ല. പിന്നെ നിങ്ങൾ കുറച്ച് അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണെങ്കിൽ ആൽക്കഹോളിക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ മദ്യപിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പം നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. ഇത് ഒരുപാട് മദ്യം കാര്യങ്ങളൊക്കെ ഇവിടെ സുലഭമായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഒരുപാട് നമ്മുടെ നാട്ടിലെ ബീറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ടൈം പാസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ആപ്പിളും അതുപോലെ തന്നെ ജ്യൂസും കാര്യങ്ങളും സ്റ്റോക്ക് ഉണ്ട്. അതായത് ആൽക്കഹോളിക് മിക്സ് ആയിട്ടുള്ളതായിരിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചാൽ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. മദ്യത്തിനൊക്കെ വളരെ ചീപ്പാണ്. ഇവിടുത്തെ റേറ്റ് നോക്കി നിങ്ങൾ 350 രൂപയൊക്കെ ഉള്ളൂ. അതായത് എല്ലാ തരം മദ്യ ഐറ്റംസ് അവൈലബിൾ ആണ്. ചാമ്പ്യൻസ്കായാലും ഉണ്ട്. ഇവിടെ ഇന്നലെ നമുക്ക് നിങ്ങൾ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പൊട്ടിച്ചടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തിരിയത്തില്ല. അത് എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾ ആരെങ്കിലും വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങളുടെ നാട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. വളരെ ചീപ്പാണ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ ചോക്ലേറ്റ് അങ്ങനെ കഴിക്കാറില്ല കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ വേറെ കാണിക്കാൻ പറ്റുന്ന വെച്ചാൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ വരുന്നത് വെച്ചാൽ ഫിഷ് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇത് ഇവിടുന്ന് റെഡിമെയ്ഡാണ്. വാങ്ങിച്ച് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സീ ഫുഡ് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് തരത്തിലുള്ള പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് സോസും കാര്യങ്ങളൊക്കെ ചീപ്പാണ്. സോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. വലിയ ചീപ്പാണെന്ന് പറയുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നത് ബിസ്ക്കറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന്
നിങ്ങൾക്ക് ഇവിടുന്ന് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. 56, 79 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഓക്കെ.